സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ വൈദ്യുതി ചാർജ് കുറയ്ക്കാം എന്നതിനെ പറ്റിയാണ്. എല്ലാ AC ഉള്ള ബെഡ്റൂമിലും ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നുണ്ട്, ഒരു ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു ബെഡ്ഷീറ്റ്. ഇതെന്തിനു വേണ്ടിയാണ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? AC കുളിരിൽ പുതച്ചു മൂടി ഉറങ്ങുവാനാണ് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് പ്രകൃതിദത്തമായ തണുപ്പല്ല. നമ്മുടെ AC നിന്നും നമ്മൾ കൃത്യമായി സൃഷ്ടിക്കുന്ന തണുപ്പാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഉറങ്ങുന്നതിന് 28 ഡിഗ്രി സെൽഷ്യസ് ചൂട് മതിയാകും. എന്നാൽ നമ്മുടെ AC ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, AC മിക്കവാറും 18 ഡിഗ്രി സെൽഷ്യസിൽ ആയിരിക്കും നിൽക്കുന്നത്. ആ 18 ഡിഗ്രി നമ്മുടെ റൂമിലെത്തുമ്പോഴാണ് അതിയായ തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നത്. ആ തണുപ്പ് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം വരുത്തുകയുള്ളൂ. AC ഓൺ ചെയ്താൽ നമുക്ക് ഉറങ്ങുവാൻ ആവശ്യമായ കാലാവസ്ഥ സൃഷ്ടിക്കുക, അതല്ലേ വേണ്ടത്. ഇനി എങ്ങനെയാണ് വൈദ്യുതി ലാഭിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു എയർ കണ്ടീഷൻ 22 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്ത് ഓൺ ചെയ്താൽ 1 മണിക്കൂറിൽ 1 യൂണിറ്റ് വൈദ്യുതി എരിക്കുന്നുണ്ട്. എന്നാൽ ഇതേ AC തന്നെ 26 ഡിഗ്രി സെറ്റ് ചെയ്ത് ഓൺ ചെയ്താൽ 3 മണിക്കൂറിൽ 1 യൂണിറ്റ് വൈദ്യുതിയാണ് ചിലവാക്കുന്നത്. അപ്പോൾ 22 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്ത് 6 മണിക്കൂർ ഉപയോഗിക്കുന്ന ഒരു AC 6 യൂണിറ്റ് വൈദ്യുതി ചിലവാക്കുന്നു. അതേ ACയിൽ 26 ഡിഗ്രി സെറ്റ് ചെയ്ത് പ്രവർത്തിപ്പിച്ചാൽ 6 മണിക്കൂറിൽ 2 യൂണിറ്റ് വൈദ്യുതി മാത്രമേ ചിലവാക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം 4 യൂണിറ്റ് വൈദ്യുതി നമുക്ക് ലാഭിക്കുവാൻ കഴിയും. 2 മാസം 240 യൂണിറ്റ് വൈദ്യുതി നമുക്ക് ലാഭിക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ പകൽ സമയം വെയിലത്ത് ഓടിക്കളിക്കുന്ന നമ്മുടെ കുട്ടികൾ, അവരെ രാത്രിയിൽ കഠിനമായ തണുപ്പത്ത് കിടത്തി ഉറക്കുന്നത് മൂലം ഉണ്ടാകുന്ന വിട്ടുമാറാത്ത ചുമ, ജലദോഷം, കഫക്കെട്ട് എന്നീ രോഗങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ കുട്ടികളെയും സംരക്ഷിക്കുവാൻ കഴിയും. അതുകൊണ്ട് 22 ഡിഗ്രിയിൽ നിന്നും 26 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്ത് പരമാവധി വൈദ്യുതിയും ലാഭിച്ച് നമ്മുടെ കുട്ടികളെയും വേണ്ട രീതിയിൽ സംരക്ഷിച്ച് ആരോഗ്യപരമായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഇതുപോലെയുള്ള അറിവുകൾ ഇനിയും ലഭിക്കുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക.